പാലക്കാട് ഗായത്രി പുഴയിൽ കാണാതായ വിദ്യാർത്ഥിക്കായി മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. 23 അംഗ NDRF സംഘവും ഫയർഫോഴ്സ് ഉൾപ്പെടെ 4 ബോട്ടുകളിലാണ് തിരച്ചിൽ നടത്തുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് കാവശ്ശേരി ഇരകുളം സ്വദേശി പ്രണവ് അപകടത്തിൽപ്പെട്ടത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യാശയുണ്ടോ? അനിൽന്ദർ, മൂന്നാം ദിവസവും ഈ യുവാവിനെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ദിവസം ഇപ്പോൾ വിദ്യാർത്ഥിക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. 23 അംഗ NDRF സംഘമാണ് ഒപ്പം ഫയർഫോഴ്സ് ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. 4 ബോട്ടുകളിലായിട്ടാണ് ഈ ഗായത്രി പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം തന്നെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു ഈ കാവശ്ശേരി ഇരകുളം സ്വദേശിയായ പ്രണവ് അപകടത്തിൽപ്പെട്ടത്. അതായത് സുഹൃത്തുക്കളായിട്ട് പുഴയിലേക്ക് പോയി ഒരു സുഹൃത്ത് ഒഴുക്കിൽപ്പെട്ടപ്പോൾ ആ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു. ആ സമയത്താണ് ഈ പ്രണവ് അപകടത്തിൽ പെടുന്നത്. എന്തായാലും അന്ന് തന്നെ പെട്ടെന്ന് നാട്ടുകാരും മറ്റുമൊക്കെ ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തി. പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ എത്തി. അന്നു മുതൽ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഓരോ ദിവസവും വലിയ രീതിയിൽ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും പുഴയിൽ നല്ല രീതിയിലുള്ള ഒഴുക്കുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ മീങ്കര ഡാമും തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മീങ്കര ഡാം തുറന്നതോടുകൂടെ സ്വാഭാവികമായിട്ടും ഈ ഗായത്രി പുഴയിലെ ഒഴുക്ക് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ വലിയ ദുഷ്കരമാണ് ദൗത്യമെങ്കിലും ഈ പരിശോധന തിരച്ചിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഗായത്രി പുഴയിൽ കാണാതായ വിദ്യാർത്ഥിക്കായി മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുന്നു. 23 അംഗ NDRF സംഘം ഫയർഫോഴ്സ് ഉൾപ്പെടെ 4 ബോട്ടുകളിലാണ് തിരച്ചിൽ നടത്തുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് കാവശ്ശേരി ഇരകുളം സ്വദേശി പ്രണവ് അപകടത്തിൽപ്പെട്ടത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.